ഇത് നമ്മൾ ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊന്നും കണ്ടതത്രയും അല്ല ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്നുള്ള കാര്യം വെളിവാക്കപ്പെടുകയാണ്, അത് തിരിച്ചറിയുകയാണ്. അത്രമേൽ ആഴത്തിലേക്ക് മരിച്ചവരുടെ എണ്ണമാണെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങളാണെങ്കിലും മറ്റ് ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ആണെങ്കിലും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ള ഒരു കണക്ക് കൃത്യതയില്ലാത്തൊരു കണക്കാണെങ്കിൽ പോലും അതെന്താണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ മഴയും അവിടെ വീണ്ടും വലിയ വില്ലനായി തന്നെ തുടരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് നിലവിലത്തെ ഏറ്റവും ഒടുവിലത്തെ പുതിയ വിവരങ്ങൾ അവിടെ നിന്നുള്ളത്? അക്ഷയ, ചൂരൽമല എന്ന പ്രദേശം, ആ പ്രദേശം പൂർണ്ണമായിട്ടും മലവെള്ളപ്പാച്ചിൽ, ആ ഉരുൾപൊട്ടലിൽ തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ രാത്രി വൈകി തെരച്ചിലുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം വൈദ്യുതി വിതരണങ്ങൾ പല മേഖലകളിലേക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം തെരച്ചിലുകളില്ല. നാളെ രാവിലെ വീണ്ടും അത് ആരംഭിക്കും. ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ള തെരച്ചിലിൽ അതിൽ ചുരൽമലയ്ക്ക് താഴ്വശത്തു നിന്നും മറ്റു പല പ്രദേശങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ചുരൽപ്പുഴ ഒഴുകുന്ന വഴിയിൽ പലയിടത്തായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വൻവൃക്ഷങ്ങൾ, അതിനിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനൊക്കെ ഒരു സാധാരണഗതിയിൽ വാഹനങ്ങൾക്ക് ചെല്ലാൻ സാധിക്കില്ല. അവിടെ ഹിറ്റാച്ചികൾ എത്താൻ വേണ്ടി ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരമൊക്കെയുള്ള ഒരുപാട് വൈതരണികൾ നിറഞ്ഞു നിന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടന്നു. അതിനിടയിൽ മൃതദേഹങ്ങൾ കിട്ടുന്നു, വലിയ തടികൾ ഒഴുകി വരുന്നു. ഇപ്പോഴും ഇന്ന് ഏകദേശം രാവിലെ 11 മണിയോട് തുടങ്ങിയ മഴ അവസാനിക്കുന്നത് രാത്രി 7 മണിക്കാണ്. അതുവരെ നിർത്താതെ മഴയുണ്ട്. ആ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ പോലും ആ മഴയിൽ നന്നായി വെള്ളം കയറുന്നു. വീണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്ന ഒക്കെ ഒരവസ്ഥയുണ്ട്. അങ്ങനെ മേപ്പാടിയിൽ നിന്നും നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തന്നെ ഈ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പേർ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിൽ എങ്ങും ആ ഒരു വേദന നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് എവിടെയും കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിന്ന സ്ഥലങ്ങൾ, ഞാനും അനന്തകൃഷ്ണൻ നിന്നിരുന്ന സ്ഥലങ്ങൾ, അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ഇന്നലെ 26 ശവശരീരങ്ങൾ ലഭിച്ച ഒരു തീരം, അവിടെ നിന്ന് ഇന്ന് 7 ശവശരീരങ്ങൾ കൂടി ലഭിക്കുകയാണ്. വീണ്ടും അവിടെ തിരച്ചെത്തുകയാണ്. അനന്ത, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വൈകുന്നേരം ഈ തെരച്ചിലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 2 മണിക്ക് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പുഴ ഇങ്ങ് വരികയാണ്, കാണുന്നില്ല എന്ന്. എന്താണ് അവരുടെ ഒരു മനസ്സിൽ നിന്ന് തോന്നിയത്? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്കിന്നുണ്ടായത്. കാരണം അവിടെ നമ്മൾ കണ്ട മനുഷ്യർ, അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ, ഈ ചൂരൽമലയുടെ പുഴയോരത്ത് ചേർന്ന വീടുകളിലാണ് നാശനഷ്ടങ്ങളുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള കുറച്ച് കുന്നുംപുറത്തുള്ള വീടുകളിലുള്ളവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ അവരെല്ലാം ഈ വലിയ ഇടിനാദം പോലെ ഭൂമി പിളരുന്ന ഒരു ഒച്ച കേട്ടിട്ടാണ് രാത്രി 12 മണിക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവർ കാണുന്നത് ഈ തൊട്ട് അയൽവക്കത്തുള്ള വീടുകളുടെ മുകളിലൂടെയും വശങ്ങളിലൂടെയും ഒക്കെ വലിയ മരത്തടികൾ സഹിതം, ചെളി സഹിതം, പാറകൾ സഹിതം പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ്. അവർ ആ ചൂരൽമല പുഴയെ ഈ രൂപത്തിൽ അവർ ഇത്ര ബീഭത്സമായി കണ്ടിട്ടില്ല. അത് കണ്ടവർ പേടിച്ചു. ഉടൻ തന്നെ ആ വീടുകളിലുള്ളവരൊക്കെ ഈ ശബ്ദം കേട്ടവരെ ഇങ്ങ് മാറിയതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഒഴിവായത്. പക്ഷേ മുണ്ടക്കയിൽ 2 ഉരുൾ പൊട്ടി ആ കുത്തിയൊലിച്ച് വന്നത് ഒരു 100 കണക്കിന് ആൾക്കാരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. അവരുടെ എല്ലാം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ചൂരൽമലയുടെ താഴ്വാരത്ത് കണ്ടുകിട്ടുന്നത്. നമ്മളിന്ന് ചൂരൽമല വില്ലേജ് ഓഫീസിൻ്റെ അവിടെയാണ് കൂടുതൽ രക്ഷാപ്രവർത്തനം നടന്നത്. അതിന് താഴെ റിസോർട്ടുകളുണ്ട്, അവിടെ വീടുകളുണ്ട്. ഈ ഒഴുകി വന്ന ബോഡികൾ അവിടെയും എത്താൻ വഴിയുണ്ട്. ഇവർ പറയുന്നത് വെച്ചാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ പരിശോധന നടത്തിയാൽ മാത്രമേ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ എനിക്ക് ഇന്ന് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇത്രയും വലിയ മലവെള്ളപ്പാച്ചിൽ 2 ദിവസം പിന്നിടുന്നു. ഇനി ജീവൻ്റെ കണികയായിട്ട് ആരെയെങ്കിലും അവിടുന്ന് കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ഈ ചുറ്റും കാണുന്നത് ഇപ്പോൾ മാൻ ചത്ത് ഒഴുകി നടക്കുന്ന കാണാം, പാമ്പ്, പെരിച്ചാഴി, ഇതെല്ലാം ചത്ത് ഒഴുകുകയാണ്. അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ അടിച്ച് ഇറങ്ങി ഇപ്പോഴും കല്ലുതുള്ളി ഒഴുകുന്ന ആ പുഴയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഇനി എന്ത് പ്രതീക്ഷയാണ്? ഇനി ആ നാട് എങ്ങനെയാകും? ഒരു നാട് തന്നെ ഇല്ലാതായിപ്പോയി. മുണ്ടക്കൈ തൊട്ട് ചൂരൽമല വരെ, ചൂരൽമലയുടെ ആ ടൗണിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്, ആ പള്ളി നിൽക്കുന്ന ഭാഗം. ഇപ്പുറത്തെ വശം മുഴുവൻ അടിച്ച് തകർത്തായിട്ട് പോയി. ആ കടയെല്ലാം തകർത്തുപോയി. അപ്പോൾ അത്രയും മനുഷ്യരുടെ ജീവിതം, ഇവർ സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത്
ഭൂമിയില്ല. ഭൂമിയുടെ പൊസിഷൻ തന്നെ മാറി വീതി എടുത്ത് ഒഴുകുകയാണ്. ഇതിനു മുമ്പ് ഉരുൾപൊട്ടിയ സ്ഥലം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിരുന്നു. പുത്തുമല പോകുന്ന വഴിക്ക് നമ്മളെ ആ ജീപ്പ് ഓടിച്ചിരുന്ന ആൾ പുത്തുമല കാണിച്ചിരുന്നു. പുത്തുമല ദുരന്തം നമ്മളെ വലിയ ആഘാതമുണ്ടാക്കിയ ദുരന്തമാണ്. ഇന്ന് ആ പുത്തുമല ഉരുൾപൊട്ടി വന്ന ഭാഗം ഒരു കാടായി മാറിയിരിക്കുന്നു. അതിന്റെ ചുവട്ടിൽ ഒരു വീതിയുള്ള പുഴ, നേരത്തെ ഒരു അരുവിയായിരുന്നു, അത് വീതിയുള്ളൊരു പുഴ. ചൂരൽമല അതുപോലെ തന്നെയാണ്. ചൂരൽമലയിലേക്ക് മുണ്ടക്കയിൽ നിന്ന് ഇതെല്ലാം കൂടെ ഒഴിച്ചു വന്നതോടുകൂടി ചൂരൽമല പുഴ വീതി കൂടി. ആ രണ്ട് സൈഡും വലിയ വീതിയിലാണ് ഇനി ഒഴുകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ 2 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കും. അടുത്ത കാലത്തൊന്നും നടക്കത്തുമില്ല. മാത്രമല്ല ഇനി 2 ദിവസം, ഇന്നിപ്പം രക്ഷാപ്രവർത്തനം അവസാനിച്ചു. നമ്മൾ പോരുമ്പോഴേക്കും ആ വില്ലേജ് ഓഫീസിൻ്റെ അവിടെയൊക്കെ മഴ തുടരുകയാണ്. കോട ഇറങ്ങി, ഇരുട്ട് 6 മണിയായപ്പോഴേ ഇരുട്ട് വ്യാപിച്ച് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയെ. പിന്നെ അവിടെ ഈ ഇത്രയും വലിയ മരച്ചില്ലകൾക്കിടയിൽ ഈ ചെളിക്കകത്ത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുക എന്ന് നമുക്ക് പോലും അറിയത്തില്ല. കാരണം മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, വെളിച്ചമുണ്ടായാൽ പോലും സാധിക്കില്ല. ഇനിയിപ്പോൾ നാളെയൊക്കെ ഇതിൻ്റെ അവസ്ഥ, ഈ ശരീരങ്ങൾ എന്താകും? കാരണം പശിമയുള്ള മണ്ണാണ്. നമ്മളെ കാലവിടെ ചവിട്ടിയിട്ട് പൂർണ്ണമായും ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി പോയിരിക്കുന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് അനന്തനും മാർഷലും വിവരിക്കുന്ന ആ കാഴ്ചകളാണ് പറയുന്നത്. പറഞ്ഞറിയിക്കാനോ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനോ ഒന്നും പറ്റുന്നതല്ല. അവരവിടെ കണ്ടതും അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെയാണ്.